പൈപ്പുകളും വാൽവുകളും ഫിറ്റ് ആൻഡ് അസംബിൾ ചെയ്യുക. പൈപ്പുകളും വാൽവുകളും ഫിറ്റ് ചെയ്ത ശേഷവും അസംബിൾ ചെയ്ത ശേഷവും വാൽവുകളുടെ ചോർച്ചയും പ്രവർത്തനക്ഷമതയും പരിശോധിക്കുന്ന പ്രക്രിയ. GI പൈപ്പുമായി എൽബോ എങ്ങനെ ഫിറ്റ് ചെയ്യണം? GI പൈപ്പുമായി യൂണിനനുകൾ ഫിറ്റ് ചെയ്യുക. GI പൈപ്പുമായി വാൽവുകൾ ഫിറ്റ് ചെയ്യുക. സ്റ്റാൻഡേർഡ് ഫിറ്റിംഗുകൾ ഉപയോഗിച്ച് പൈപ്പ് അസംബിൾ ചെയ്യുക. ആവശ്യമായ ടൂളുകളും ഉപകരണങ്ങളും. ഫിറ്റർ സെക്ഷനിൽ ഉപയോഗിക്കുന്ന ടൂളുകളും ഉപകരണങ്ങളും തിരിച്ചറിയുക. ഉപകരണങ്ങളുടെ പേരുകൾ രേഖപ്പെടുത്തുക. ഓരോ ഉപകരണത്താലും ചെയ്യാവുന്നതും ചെയ്യരുതാത്തതും. ഫിറ്റർമാർ ജോലി ചെയ്യുന്ന വ്യവസായങ്ങളുടെ പേരുകൾ രേഖപ്പെടുത്തുക. ആവശ്യമായ ടൂളുകളും ഉപകരണങ്ങളും. കോട്ടൺ ത്രെഡ്, പൈപ്പ് വൈസ്, സീലിംഗ് കോമ്പൗണ്ട്, ഇന്റേണൽ ത്രെഡ് ഡൈ, പൈപ്പ് റെഞ്ച്. ഫിറ്റിംഗിലെ സുരക്ഷാ മുൻകരുതലുകൾ. ഡെമോൺസ്ട്രേഷൻ ആക്ടിവിറ്റികൾ. സുരക്ഷയെക്കുറിച്ചുള്ള ഷോപ്പ് സംസാരം. വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ. ഉപയോഗിക്കാൻ ബോധവൽക്കരണത്തിലൂടെ ട്രെയിനിയുടെ സുരക്ഷാ മനോഭാവം വികസിപ്പിക്കുക. വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ തിരിച്ചറിയുക. വിവിധ തരത്തിലുള്ള വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങളെ വ്യാഖ്യാനിക്കുക. നേത്ര സംരക്ഷണം. സേഫ്റ്റി ഗ്ലാസസ്, പാദ സംരക്ഷണം, സേഫ്റ്റി ഷൂസ്, പൊടിയും പുകയും. റെസ്പിറേറ്ററുകൾ, കൈകളുടെ സുരക്ഷ, ഗ്ലവ്സ്, തല സുരക്ഷ, ഹെൽമെറ്റ്, കേൾവി സംരക്ഷണം, ഇയർപ്ലഗുകൾ, ഉടുപ്പു, സേഫ്റ്റി ജാക്കറ്റ്. പൈപ്പുകളുടെയും വാൽവുകളുടെയും അസംബ്ലിംഗ്. 4-വേ ക്രോസ് ഉപയോഗിച്ച് പൈപ്പ് നമ്പർ 2 ജോയിൻ ചെയ്യുക. B ക്രോസ് ഉപയോഗിച്ച് പൈപ്പ് നമ്പർ 3 ഫിറ്റ് ചെയ്യുക. പൈപ്പ് നമ്പർ 3ന്റെ മറ്റേ അറ്റത്തേക്ക് പ്ലെയിൻ കപ്ലിംഗ് G ജോയിൻ ചെയ്യുക. GI ബെൻഡ് H പ്ലെയിൻ കപ്ലിംഗിലേക്ക് അസംബിൾ ചെയ്യുക. ബെൻഡിന്റെ മറ്റേ അറ്റത്ത് റിബ്ഡ് കപ്ലിംഗ് I ഫിറ്റ് ചെയ്യുക. റിബ്ഡ് കപ്ലിംഗിലേക്ക് പൈപ്പ് നമ്പർ 4 ജോയിൻ ചെയ്യുക. ഒരു T പൈപ്പ് നമ്പർ 4ൽ ഫിറ്റ് ചെയ്യുക. T-യുടെ എതിരറ്റത്ത് പൈപ്പ് നമ്പർ 5 ജോയിൻ ചെയ്യുക. പൈപ്പ് നമ്പർ 5മായി എൽബോ M അസംബിൾ ചെയ്യുക. എൽബോയുടെ മറ്റേ അറ്റത്ത് പൈപ്പ് നമ്പർ 6 ഫിറ്റ് ചെയ്യുക. പൈപ്പ് നമ്പർ 6മായി T ജോയിൻ ചെയ്യുക. T-യുടെ എതിരറ്റത്ത് പൈപ്പ് നമ്പർ 1 ഫിറ്റ് ചെയ്യുക. ഒരു യൂണിയൻ ഉപയോഗിച്ച് പൈപ്പ് നമ്പർ 1ഉം 2ഉം ജോയിൻ ചെയ്യുക. ക്രോസിന്റെ ഇടതുവശത്ത് 150 മില്ലിമീറ്റർ ബാരൽ നിപ്പിൾ P ഘടിപ്പിച്ച് അതിനായി ഒരു ക്യാപ്പ് ഇടുക. മറ്റൊരു 100 മില്ലിമീറ്റർ ബാരൽ നിപ്പിൾ C ക്രോസിന്റെ വലതുവശത്ത് ഇടുക. റെഡ്യൂസർ A ബാരൽ നിപ്പിളിലേക്ക് ജോയിൻ ചെയ്യുക. റെഡ്യൂസറിന്റെ മറ്റേ അറ്റത്തേക്ക് ബിബ് കോക്ക് F അസംബിൾ ചെയ്യുക. 100 മില്ലിമീറ്റർ ബാരൽ നിപ്പിൾ K താഴെയുള്ള T-യിലേക്ക് ഫിറ്റ് ചെയ്യുക. ഗ്ലോബ് വാൽവ് L നിപ്പിളിലേക്ക് അസംബിൾ ചെയ്യുക. ഹെക്സഗണൽ നിപ്പിൾ 0 ഇടതുവശത്തെ T-യിലിടുക. നിപ്പിളിലേക്ക് ഗേറ്റ് വാൽവ് അസംബിൾ ചെയ്യുക. പൈപ്പുകളുടെയും വാൽവുകളുടെയും അസംബ്ലിംഗ്. പൈപ്പ് നമ്പർ 2 ഒരു പൈപ്പിൽ പിടിക്കുക. പൈപ്പിന്റെ ബാഹ്യ ത്രെഡുകളിൽ ഹെമ്പ് പാക്കിംഗ് കോട്ടൺ ത്രെഡ് മെറ്റീരിയൽ ചുറ്റുക. പൈപ്പ് ത്രെഡുകളിൽ സീലിംഗ് കോമ്പൗണ്ട് അപ്ലൈ ചെയ്യുക.
പൈപ്പ് നമ്പർ 2 4 വേ ക്രോസ് ഘടിപ്പിച്ച് ഒരു പൈപ്പ് റഞ്ച് ഉപയോഗിച്ച് അത് ടൈറ്റ് ചെയ്യുക. പൈപ്പ് നമ്പർ 3 മറ്റേ അഗ്രം പ്ലെയിൻ കപ്ലിംഗുമായി ബന്ധിപ്പിക്കുക. GI ബെൻഡ് പ്ലെയിൻ കപ്ലിംഗിലേക്ക് ഫിറ്റ് ചെയ്യുക. GI ബെൻഡിന്റെ മറ്റേ അറ്റത്തേക്ക് റിബ്ഡ് കപ്ലിംഗ് അസംബിൾ ചെയ്യുക. റിബ്ഡ് കപ്ലിംഗിലേക്ക് പൈപ്പ് നമ്പർ 4 കണക്ട് ചെയ്യുക. പൈപ്പ് നമ്പർ 4 T ഫിറ്റ് ചെയ്യുക. ടിയുടെ എതിർവശത്തേക്ക് പൈപ്പ് നമ്പർ 5 കണക്ട് ചെയ്യുക. പൈപ്പ് നമ്പർ 5 എൽബോ അസംബിൾ ചെയ്യുക. എൽബോയുടെ മറ്റേ അറ്റത്ത് പൈപ്പ് നമ്പർ 6 ഫിറ്റ് ചെയ്യുക. പൈപ്പ് നമ്പർ 6 T കണക്ട് ചെയ്യുക. ടിയുടെ എതിരറ്റത്ത് പൈപ്പ് നമ്പർ 1 ഫിറ്റ് ചെയ്യുക. യൂണിയനുമായി പൈപ്പ് നമ്പർ 1ഉം 2ഉം സെറ്റ് ചെയ്യുക. ഒരു പൈപ്പ് റഞ്ചിൽ യൂണിയന്റെ ഒരു വശവും മറ്റൊന്നിൽ യൂണിയന്റെ റിംഗും ഹോൾഡ് ചെയ്യുക. 2 പൈപ്പ് റഞ്ചുകളും എതിർദിശകളിലേക്ക് പതുക്കെ തിരിച്ച് അസംബിൾ ചെയ്യുക. എളുപ്പത്തിൽ ഡിസ്കണക്ട് ചെയ്യുന്നതിന് യൂണിയൻ ജോയിന്റിൽ ഗ്രീസ് അല്ലെങ്കിൽ വാസലീൻ ഉപയോഗിക്കുക. ക്രോസിന്റെ ഇടതുവശത്ത് 150 മില്ലിമീറ്റർ ബാരൽ നിപ്പിൾ ഘടിപ്പിച്ച് അതിനായി റെഡ്യൂസർ ബാരൽ നിപ്പിളിലേക്ക് കണക്ട് ചെയ്യുക. ക്രോസിന്റെ വലതുവശത്തേക്ക് മറ്റൊരു 150 മില്ലിമീറ്റർ ബാരൽ നിപ്പിൾ ജോയിൻ ചെയ്യുക. റെഡ്യൂസറിന്റെ മറ്റേ അറ്റത്ത് ഒരു ബിബ് കോക്ക് അസംബിൾ ചെയ്യുക. GI പൈപ്പുമായി എങ്ങനെ എൽബോ ഫിറ്റ് ചെയ്യണം? GI പൈപ്പുമായി യൂണിയനുകൾ എങ്ങനെ ഫിറ്റ് ചെയ്യുക? GI പൈപ്പുമായി വാൽവുകൾ എങ്ങനെ ഫിറ്റ് ചെയ്യുക? സ്റ്റാൻഡേർഡ് ഫിറ്റിംഗുകൾ ഉപയോഗിച്ച് പൈപ്പുകൾ എങ്ങനെ അസംബിൾ ചെയ്യണം? നിങ്ങൾക്ക് ഈ സാങ്കേതിക പ്രക്രിയയെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.